ഇടുക്കി വണ്ടിപ്പെരിയാർ ടൗണിൽ തീപിടുത്തം. പശ്മല കവലയിലുള്ള KR ബിൽഡിംഗിനാണ് തീപിടിച്ചത്. 5 കടകളും ഒരു കമ്പ്യൂട്ടർ സെന്ററും ഡ്രൈവിംഗ് സ്കൂളുകളും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത്? തീപിടുത്തത്തിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്? ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറ്റിൽ തീപിടുത്തമുണ്ടായത്. പശ്ചിമല ജംഗ്ഷനിലുള്ള KR ബിൽഡിംഗിലാണ് തീപിടുത്തം. 5 കടകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രധാനമായും ഈ വ്യാപാര അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് കാലപ്പഴക്കം എന്ന ബിൽഡിംഗ് ആയിരുന്നു. അതായത് 50 വർഷത്തിലധികം കാലപ്പഴക്കമുണ്ട്. ഈ തടി കൊണ്ടായിരുന്നു ഇതിന്റെ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീപിടുത്തം വലിയ രീതിയിൽ വലിയ ആഘാതം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ഈ കടകൾ കത്തിനശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രധാനമായും ഹോം അപ്ലയൻസസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഫാൻസി സ്റ്റോറുകൾ, അങ്ങനെയുള്ള 5ഓളം കടകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സെന്റ് ആന്റണീസ് ഹോം അപ്ലയൻസസ്, അതുപോലെ തന്നെ അമ്മി സ്പെയർ പാർട്സ്, അതുപോലെ തന്നെ അരുൾ എന്റർപ്രൈസസ്, ഫാൻസി സ്റ്റോർ എന്നിങ്ങനെ 4ഓളം കടകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിന്റെ കട പുതുതായി, അതായത് ഈ സെന്റ് ആന്റണീസ് ഹോം അപ്ലയൻസസ് പുതുതായി അവിടെ ആരംഭിച്ച കടയാണ്. ഇവിടെ നിന്നുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ആണോ ഈ അപകടം ഉണ്ടാക്കിയതെന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നുണ്ട്. കട്ടപ്പനയിൽ നിന്നും അതുപോലെ തന്നെ പിരിമേട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് നിലവിൽ ഇപ്പോൾ ഒരു തീ അടച്ചിട്ടുള്ളത്. ഈ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. വലിയൊരു നാശനഷ്ടം തന്നെ ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ഇടുക്കി വണ്ടിപ്പെരിയാർ ടൗണിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ പുലർച്ചെയായിരുന്നു തീപിടുത്തമുണ്ടായത്. പശ്ചിമല കവലയിലുള്ള KR ബിൽഡിംഗിലാണ് തീപിടിച്ചത്. 5 കടകൾ കത്തി നശിച്ചിട്ടുണ്ട്.